സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും ഞങ്ങളുടെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിന് നിങ്ങൾക്കെല്ലാവരോടും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ ഈ രീതിയിലുള്ള സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ അമ്പിളിയാണ്. ആ പ്രിയ സിസ്റ്ററിനെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യും. താങ്ക് യു. പ്രൈസ് ലോർഡ് അമ്പിളി. പ്രൈസ് ലോർഡ് ആന്റി. കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? തീർച്ചയായിട്ടും സന്തോഷമായിരിക്കുന്നു. അമ്പിളി ഒരുപാട് കഷ്ടത്തിലൂടെയും രോഗത്തിലൂടെയും ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോകുന്ന എനിക്കറിയാം. എങ്കിലും അമ്പിളിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു നല്ല പ്രത്യാശയുടെ വാക്കുകളാണ് അമ്പിളിയിൽ നിന്ന് കേൾക്കുവാൻ കഴിയുന്നത്. ജീവിതത്തിന്റെ ഭാരങ്ങളൊന്നും അല്ല, കർത്താവിലുള്ളതായ പ്രത്യാശ. അമ്പിളിയുമായിട്ടുള്ള സംസാരത്തിൽ എനിക്കും നല്ല ഉത്തേജനം ആണ് ലഭിക്കുന്നത്. കർത്താവ് പ്രിയ സഹോദരിയെ പിന്നെയും ബലപ്പെടുത്തിട്ട് സിസ്റ്ററിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ സിസ്റ്ററിന്റെ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്നും വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നത് പരിചയപ്പെടുത്തിയായിട്ട്. ആണോ? ഓക്കെ ആന്റി. പ്രൈസ് ലോർഡ്. പ്രകാരം ഒരു അവസരം സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകി തന്നത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് എന്നെ വിളിച്ച കർത്താവിന്റെ ദാസിക്ക് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അമ്പിളി ബിജു. വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയാണ് എൻ്റെ സ്വദേശം. ഞങ്ങൾ താമസിക്കുന്നത്. എൻ്റെ ഭർത്താവും ഞങ്ങളുടെ ഭർത്താവിൻ്റെ മാതാവും വളരെ വയസ്സായിരിക്കുന്ന ഒരു അമ്മയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഇപ്പോൾ കഴിഞ്ഞു പോകുന്നൊരു സാഹചര്യത്തിലാണ് ഞങ്ങളുള്ളത്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് ഒരു റോമൻ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണ്. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് വാണിയപ്പാറ എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. മാതാപിതാക്കളും 2 സഹോദരന്മാരും ഉണ്ട് എനിക്ക്. അവിടെ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു കുടിയേറ്റ മേഖലയാണ്, മലയോര മേഖലയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെയുള്ള എല്ലാ ആളുകളും നമ്മുടെ ആത്മീക കാര്യങ്ങളിലൊക്കെ ഞങ്ങളെ വളരെ ആത്മാർത്ഥതയോടെ മുൻപോട്ട് കൊണ്ടുപോകും. ഞങ്ങളുടെ ഫാമിലിക്കാരൊക്കെ ആത്മാർത്ഥതയോടെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ വളരെ എല്ലാ ആത്മീക കാര്യങ്ങളിലും വളരെ ഇൻവോൾവ് ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയോടെ എന്ന് പറയാം എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തി. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക് ഒരു വെക്കേഷന് പോയി. അപ്പോൾ അമ്മയുടെ വീട്ടിലെ അമ്മയുടെ സഹോദരങ്ങൾ ചിലർ രക്ഷിക്കപ്പെട്ടതായിരുന്നു. അപ്പൊ അവരെല്ലാവരും കൂടി അവിടെ ഒരു കൺവെൻഷൻ നടത്തുകയും അവിടെ ഒരു ദേവദാസൻ വന്ന് പ്രസംഗിക്കുകയൊക്കെയും ചെയ്തു. അപ്പോൾ എൻ്റെ 14ാമത്തെ വയസ്സിൽ അന്ന് ദൈവവചനം കേട്ടപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു, ക്രിസ്തു ആകുന്ന സങ്കേത നഗരത്തിലേക്ക് ഓടിപ്പോകുക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതേക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല, എങ്കിലും കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു പോകണമെന്നുള്ള ആ ചിന്ത എനിക്ക് വരികയും ഞാൻ രക്ഷിക്കപ്പെട്ടവര് കൈ ഉയർത്താൻ പറഞ്ഞപ്പോൾ എനിക്ക് അതിനുള്ള ധൈര്യമൊന്നും വന്നില്ലായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് കൈ ഉയർത്താനുള്ള ധൈര്യമൊന്നുമില്ല, എന്നാലും ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നു. അതിനുശേഷം ഞാനന്ന് അങ്ങനെ എങ്ങനെ ചെയ്തു എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇത് എൻ്റെ ഉള്ളിൽ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ രക്ഷിക്കപ്പെട്ടതാണല്ലോ എന്നുള്ളൊരു ചിന്ത എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിനുശേഷം 10ാം ക്ലാസ്സിലെ പഠനത്തിന് ശേഷം തുടർന്ന് പഠിക്കുവാൻ വേണ്ടി വളരെ ദൂരെ ഒരു കോളേജിലാണ് അഡ്മിഷൻ കിട്ടുന്നത്. മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പോയി വരുവാനുള്ള സാഹചര്യം വളരെ കുറവായിരുന്നുകൊണ്ട് ബസ്സൊക്കെ അങ്ങോട്ടേക്ക് കുറവാണ്. അതുകൊണ്ട് ഞാൻ അമ്മയുടെ ഭവനത്തിൽ നിന്ന് വീണ്ടും പഠിക്കുവാൻ തുടങ്ങി. ആ സമയത്ത് അമ്മയുടെ വീട് അതിനടുത്ത് തന്നെ ഈന്തഗിരി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. അവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ പഠിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവിടെ ആ സമയത്ത് ഒത്തിരി ആത്മീക കൂട്ടായ്മകൾ എനിക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നു. മാത്രമല്ല അന്ന് എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നു, അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നു. അമ്മച്ചീനെ പോലെ തന്നെ പ്രായമുള്ള വേറെ 3-4 അമ്മച്ചിമാരൊക്കെ ആ ദൈവസഭയിലുണ്ടായിരുന്നു. അവരൊക്കെ ഒരു വിശ്വാസിക്ക് യോഗ്യമായത് എന്താണ്, ഒരു വിശ്വാസിക്ക് അയോഗ്യമായത് എന്താണ്, അതൊക്കെ നമ്മളെ മനസ്സിലാക്കി തരികയും എങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, ഒരു വിശ്വാസിക്ക് യോഗ്യമായ രീതിയിൽ നമ്മൾ എങ്ങനെ നടക്കണമെന്നൊക്കെ അന്ന് അമ്മച്ചിമാരൊക്കെ നമ്മളെ പഠിപ്പിച്ചു. അവരുടെ പ്രാർത്ഥനാ ജീവിതം കണ്ടാണ് നമ്മൾ മുൻപോട്ട് വന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ വളരെ ധൈര്യം വന്നു. ഇനി എന്തായാലും ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒരു ധൈര്യം എനിക്ക് വന്നു. ആ ഉറപ്പ് എനിക്ക് വന്ന സമയത്ത് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറയുകയും, ആദ്യമൊക്കെ ചെറിയ എതിർപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ സ്നാനപ്പെടുകയൊക്കെയും ചെയ്തു. സ്നാനപ്പെട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ആത്മാഭിഷേകം പ്രാപിച്ചു. അങ്ങനെ വളരെ സന്തോഷത്തോടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കറിയാലോ, ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ട ഒരു കുട്ടിക്ക് നേരിടേണ്ടതായ എല്ലാ പ്രഷറും എല്ലാ ആളുകളുടെ ഇടയിൽ നിന്നും എനിക്ക് നേരിടാൻ തുടങ്ങി.
മാക്സിമം ഞാൻ അതിനെ എതിർത്ത് നിന്നെങ്കിലും പലപ്പോഴൊക്കെയും അതെന്നെ ഭയപ്പെടുത്തുവാനും തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഞാൻ നമ്മുടെ ചർച്ചിലെ ഒരു ദേവദാസനോട്, ആ സമയത്ത് ഞാൻ പോകുന്ന ചർച്ചിലുണ്ടായിരുന്ന ദേവദാസനോട് ഈ വിഷയം പറയുകയും ആ ദേവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ ഒരു ബൈബിൾ സ്കൂളിൽ പോയി കുറച്ച് നാൾ പഠിക്കുക. ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് ഉറപ്പും ധൈര്യവും ഒക്കെ വരും. നമുക്ക് എങ്ങനെ മുൻപോട്ട് ജീവിക്കണമെന്നൊക്കെയുള്ള കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുന്നത് ദൈവവചനം പഠിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നീ ബൈബിൾ കോളേജിൽ കടന്നു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബൈബിൾ കോളേജിൽ പോയി 3 വർഷം കോട്ടയത്താണ് പഠിക്കാൻ പോയത്. 3 വർഷം അവിടെ പോയി ദൈവവചനം പഠിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പഠിക്കുവാൻ എനിക്ക് സാധിച്ചു. ഓരോ ദിവസവും പ്രായത്തിന്റെ ഒരു ചെറിയ പക്വതക്കുറവൊക്കെ നമുക്കുണ്ടെങ്കിലും കർത്താവ് നമ്മളെ അതിലെല്ലാം നമ്മളെ ഒത്തിരി എന്നാ പറയുക, കർത്താവ് എന്നെ ഒത്തിരി സ്നേഹിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഒരു സാഹചര്യത്തിലാണ്. ദൈവസ്നേഹമാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതെങ്ങനെയാണ് നമ്മളിലേക്ക് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതൊക്കെ ആ ബൈബിൾ കോളേജിലെ പഠനത്തിന്റെ കാലയളവിലാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പഠിച്ചിറങ്ങി. അതിന് ശേഷം ഭവനത്തിൽ വന്നു. അപ്പം എൻ്റെ മാതാപിതാക്കൾ എന്നോട് ചോദിച്ചു, എന്താണ് ഉദ്ദേശം, പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയൊരു എങ്ങനെയാണ് വിവാഹ കാര്യങ്ങൾ, എങ്ങനെയാണ് RC ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ബൈബിൾ കോളേജിൽ പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അതെന്തോ ഏത് സിറ്റുവേഷനിലാണ് അമ്പിളിയിൽ ആ സ്നേഹം ഉണ്ടായത്? മറ്റുള്ളവരുടെ പ്രവർത്തനം കൊണ്ടാണോ അതോ പ്രത്യേകമായ വേറെന്തെങ്കിലും? തീർച്ചയായിട്ടും ആന്റി, അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ ഇങ്ങനെ ബൈബിൾ കോളേജിൽ പഠിച്ചപ്പോഴും അല്ലെങ്കിൽ മറ്റങ്ങനെ ഇതിനകത്ത് പോയപ്പോഴും സഹോദര തുല്യമായ ഒത്തിരി പിന്നെ സൗഹൃദങ്ങൾ എനിക്ക് ലഭിക്കുവാനിടയായി തീർന്നു. സഹോദര തുല്യമായതെന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കണം. ഇപ്പോഴും ഉണ്ട്, അവരൊക്കെ ഇപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ തന്നെ. എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പം 20-22 വർഷങ്ങളായെങ്കിലും വിളിക്കുകയും അന്വേഷിക്കുകയും നമുക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വളരെ നല്ല സൗഹൃദങ്ങൾ അന്നൊക്കെ കർത്താവ് എനിക്ക് തന്നു. അവരിലൂടെ ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് വരാൻ തുടങ്ങി. കാരണം നമ്മൾ ഈ ഒരു മലയോര മേഖലയിൽ ഇങ്ങനെ മാത്രം ഒരു ചെറിയൊരു സാഹചര്യത്തിൽ മാത്രം ജീവിച്ചു വന്നപ്പോൾ ഒത്തിരി വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ഒത്തിരി സഹോദരങ്ങളെ നമുക്ക് പരിചയപ്പെടുകയും അവരുടെ വിശ്വാസവും അവരുടെ പ്രാർത്ഥനയും അവരുടെ ജീവിതാനുഭവങ്ങളും നമുക്ക് ഒത്തിരി പ്രചോദനമാവുകയൊക്കെയും ചെയ്തൊരു സാഹചര്യമായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് വായിച്ചു പോകുന്ന ഒരു സാധാരണ നമ്മളൊരു എന്താ പറയുന്ന ഒരു കടമ പോലെയായിരുന്നു അന്നൊക്കെ ദൈവവചനം വായിക്കുന്നത്. അതിൽ കൂടുതലൊന്നും നമുക്കറിയില്ല. വളരെ ഭക്തിയോടെ വായിക്കും എന്നുള്ളതല്ലാതെ അതിലപ്പുറത്തേക്ക് നമുക്ക് അതിനെക്കുറിച്ച് ഗ്രഹിക്കാനുള്ള യാതൊരു കാര്യപ്രാപ്തി ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ദൈവവചനം വായിക്കേണ്ടത്, എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ച ഒത്തിരി സഹോദരങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ആ ഒരു ദൈവസ്നേഹം ഞാൻ മനസ്സിലാക്കിയത് അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ക്രിസ്തുവിൽ എത്തപ്പെടേണ്ടതുപോലെ എത്തപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മുടെ കൂടെ നിന്ന സഹോദരങ്ങൾ അങ്ങനെ നമ്മളെ പരമാവധി, കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് സപ്പോർട്ടൊന്നുമില്ല, നമ്മുടെ സാഹചര്യം ഇങ്ങനെയാണെന്ന് അറിയാം. അപ്പം ഞാൻ കുറ്റം പറയല്ല, എന്നെ സംബന്ധിച്ച ആ സമയത്ത് നമുക്ക് ഒരു എഴുതി വെച്ചൊരു പ്രാർത്ഥന ചൊല്ലുന്ന ഒരു രീതി മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു നമ്മുടെ സാഹചര്യം. അത് കഴിഞ്ഞു വന്നിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എൻ്റെ ആ ബൈബിൾ സ്കൂളിലെ പഠനത്തിന്റെ കാലയളവിലാണ്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. എൻ്റെ പാരൻസ് എന്നോട് ചോദിച്ചു, എന്താണ് ചെയ്യുന്നത്, സാധാരണ ഒരു രീതിയിലുള്ള വിവാഹം കഴിക്കാനൊക്കെയുള്ള പ്രായമൊക്കെ ആയി വരികയാണ്, RC ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, പെന്തക്കോസ് ആയിട്ടുള്ള ഒരാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാനങ്ങനെ മുൻപോട്ട് പോയി. അങ്ങനെ ബൈബിൾ കോളേജിൽ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു നല്ല 1-2 ക്രിസ്തീയ സംഘടനകളിൽ വർക്ക് ചെയ്യുവാനുള്ള അവസരം സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നു. അങ്ങനെ ആ സംഘടനകളിലൊക്കെ വർക്ക് ചെയ്തപ്പോൾ തമിഴ്നാട്ടിലായിരുന്നു ഒരെണ്ണം. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ട്രൈബൽ ആയിട്ടുള്ള ആളുകളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളും അവരുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയി വളരെ സന്തോഷത്തോടെ ഞാനങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് തിരിച്ച് നാട്ടിൽ വന്നു. വീണ്ടും നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ വേറെ എവിടെയെങ്കിലും ഒരു പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്യണം, വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ, അങ്ങനെയുള്ള രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അട്ടപ്പാടിയിലുള്ള ട്രൈബൽ മിഷന്റെ ഹോസ്പിറ്റലിൽ എനിക്ക് വർക്ക് ചെയ്യാനുള്ളൊരു, അവിടുത്തെ ഓഫീസ് സ്റ്റാഫായിട്ടൊക്കെ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ദൈവം എനിക്ക് നൽകി തന്നു. ആ സമയത്ത് ഇപ്പൊ നിത്യത്തിൽ വിശ്രമിക്കുന്ന എൻ്റെ ഒരു അങ്കിളുണ്ട്, പാസ്റ്റർ തങ്കച്ചൻ. അപ്പൊ അങ്കിള് ട്രൈബൽ മിഷനിലെ പാസ്റ്റർ ആയിരുന്നു. അപ്പൊ അങ്കിളിന് അവിടുത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അപ്പം അങ്കിൾ എന്നോട് പറഞ്ഞു, നമ്മൾ ഏറ്റവും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്താലാണ്
നമുക്ക് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് ദൃഢമാകുള്ളൂ. അതുകൊണ്ട് നീ എന്തായാലും അവിടെ പോയിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യാനിടയായി. സത്യത്തിൽ എന്നിൽ എന്തെങ്കിലും നല്ലതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ ആ വർക്ക് ചെയ്ത സ്ഥാപനത്തിന്റെ സംഭാവനയാണ്. കാരണം കർത്താവിന്റെ വേല എന്താണെന്നും അതിനെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യണമെന്നും അതിനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കണമെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് അവിടെ നിന്നായിരുന്നു. കാരണം എല്ലാ രീതിയിലുമുള്ള നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ദൈവവചനം ധ്യാനിക്കാനും. ശരിക്കും ഒത്തിരി നല്ല ആത്മിക കൂട്ടായ്മകൾ, പ്രത്യേകിച്ച് ഡോക്ടർ കെ മുരളീധരൻ സാറാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ MD. അപ്പം സാറിന്റെ ആ ശിക്ഷണത്തിൽ എന്ന് പറയുന്നത് പോലെ എപ്പോഴും ഞങ്ങളുടെ എല്ലാ ആത്മിക കൂട്ടായ്മകൾക്കും സാറുണ്ടാവും. അപ്പൊ അതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. അതൊരു ശ്രേഷ്ഠനായ ഒരു ദേവദാസൻ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഡോക്ടർ, അങ്ങനെയുള്ള ഒത്തിരി നല്ല പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന വളരെ കഴിവുള്ള ഡോക്ടേഴ്സ്, നഴ്സസ്, അവരുടെ ഇടയിൽ ദൈവവചനം പഠിച്ചിട്ട് പോയ നമ്മളും അവരുടെ കൂടെ അവരുടെ ആ വർക്കിന്റെ ഒരു ഭാഗമാകുക എന്ന് പറയുമ്പോൾ എനിക്കതൊരു വളരെ സന്തോഷമുള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഞാനന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ സമയത്ത് ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെ ഒരു ചിന്താഗതി എൻ്റെ ഉള്ളിൽ വന്നു. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ചവരെയൊക്കെ ഉപവസിക്കാൻ തുടങ്ങി. ഒപ്പം ഡ്യൂട്ടി ചെയ്യും, ഫാസ്റ്റിംഗ് ആയിരിക്കും, ഫ്രീ ടൈമിൽ പ്രാർത്ഥിക്കും. അപ്പം അങ്ങനെ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. എന്താണ്, പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ഉപവസിക്കുന്നത്, എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അതിനൊരു മറുപടി ഇല്ല. പക്ഷെ ഞാനിങ്ങനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വളരെ സന്തോഷമോ എന്തോ ഒരു ധൈര്യം എനിക്ക് വരുന്നുണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചൊക്കെ മുൻപോട്ട് പോകുന്ന ഒരു സമയത്ത് പെട്ടെന്ന് എനിക്ക് വയറിൻ്റെ ഒരു സൈഡിൽ ഒരു ചെറിയ പെയിൻ പോലെ വന്നു. അപ്പോൾ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്രദറിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് വയറിൻ്റെ ഒരു സൈഡിൽ എനിക്ക് വേദനയുണ്ട്. ഇനിയിപ്പോൾ ഒരു ചെയറിൽ തന്നെ മണിക്കൂറുകളോളം നമ്മളിങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണോ എന്ന് എനിക്കറിയില്ല, ചെറിയൊരു പെയിൻ തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ചേച്ചി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഡോക്ടർ OP-യിലുണ്ട്, ലേഡി ഡോക്ടറുണ്ട്, ചേച്ചി ഒന്ന് വേഗം പോയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ചെറിയൊരു വയറുവേദന ഉണ്ടോ എന്ന് പറഞ്ഞു. ഡോക്ടർ എന്നോട് പറഞ്ഞു, കിടക്ക്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഡോക്ടർ എൻ്റെ വയറ് എക്സാമിൻ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ വയറിലൊരു മുഴയുണ്ട്, അത് എന്താണെന്ന് നമുക്കിപ്പം പോയി സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കാൻ റൂമിൽ പോയി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ യൂട്രസിൽ ഒരു വലിയ മുഴയുണ്ട്. അപ്പം ഡോക്ടർ എന്നോട് ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞത്, ഒന്നെങ്കിൽ നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും, കാരണം അത്രയും വലിയൊരു മുഴയാണ്, കാരണം നീ വിവാഹം കഴിച്ചിട്ടില്ല, നിന്റെ ഭാവിയൊന്നും ആയിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കുട്ടികളുണ്ടായില്ലെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ നമുക്ക് യൂട്രസ് ഇല്ലാതെ ഒരു കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു വാക്യം വന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പം ഞാൻ മാഡത്തോട് പറഞ്ഞു, മാഡം നല്ലൊരു വിശ്വാസിയാണ് ഡോക്ടർ. അപ്പം മാഡത്തോട് ഞാൻ പറഞ്ഞു, മാഡം ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് ഒരു വാക്യം വന്നു എന്ന് പറഞ്ഞു. അപ്പം മാഡം എന്നോട് പറഞ്ഞു, അങ്ങനെ ഒരു ഉറപ്പ് നിനക്ക് ദൈവം തരുന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കർത്താവ് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം തുടർന്ന് എൻ്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഞാൻ അവിടുന്ന് എൻ്റെ വീട്ടിലെ മാതാപിതാക്കൾ വന്നിട്ട് എന്നെ കൂട്ടിയിട്ട് വന്നു. കേരളത്തിലുള്ള നല്ല കുറെ ഹോസ്പിറ്റലുകൾ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് അടക്കം എല്ലാ ഹോസ്പിറ്റലിലും പോയി. അപ്പോൾ എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, സർജറി നമുക്ക് ചെയ്യാം, ഇതിനിടയ്ക്ക് ബ്ലീഡിങ്ങോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും വന്നാൽ നിന്റെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആ സമയത്ത് പേടിയൊന്നും തോന്നിയൊന്നുമില്ല. അങ്ങനെ വളരെ പിന്നെ ധൈര്യത്തോടെ തന്നെ വേറൊരു ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ പറഞ്ഞു, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ഈ ഫൈബ്രോയിഡ് മാത്രം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഫൈബ്രോയിഡ് ഒക്കെ റിമൂവ് ചെയ്തു. അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാനിരുന്നപ്പോൾ എൻ്റെ പാരൻസ് എന്നോട് പറഞ്ഞു, ഇനിയിപ്പം അങ്ങോട്ട് പോവണ്ട, വിവാഹമൊക്കെ കഴിക്കണം, അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം പോവണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ ഭവനത്തിൽ തന്നെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2016 എൻ്റെ വിവാഹം കഴിഞ്ഞു. 2016 വിവാഹം കഴിഞ്ഞ് ഞാൻ നേരെ വയനാട്ടിലെ പുൽപ്പള്ളിയിലേക്ക് വന്നു. പുൽപ്പള്ളിയിൽ വന്ന് ഇരിക്കുന്ന സമയത്ത് എന്താ പറയുന്നത്, എന്നെ സംബന്ധിച്ച് ഞാനൊരു നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭയിലേക്കാണ് വിവാഹം കഴിച്ചു വന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാലോ അല്ലേ, നമ്മളൊരു പെൺകുട്ടി ഒരു നല്ല വീട്ടിൽ ചെന്നെത്തുന്ന, നമ്മളിപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ നല്ല ഫാമിലി നോക്കും, അങ്ങനെ ഒരു നല്ല ഫാമിലിയിൽ നമ്മൾ ചെന്നെത്തുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്
ഒരു വ്യക്തി ഒരു നല്ല ദൈവസഭയിൽ നമ്മൾ ചെന്നെത്തുക എന്നുള്ളത്. കാരണം പിന്നീട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും, എല്ലാ കഷ്ടതകളിലും, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സന്തോഷങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കേണ്ടത് ഈ സഭയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള ദൈവദാസനും അവിടെയുള്ള ദൈവമക്കളും എല്ലാവരുമാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുൽപ്പള്ളിയിൽ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ ചെന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ ഞാൻ ദൈവസഭയിൽ എത്തിപ്പെട്ട് എൻ്റെ വിവാഹത്തിന് ശേഷം എനിക്ക് ഏറ്റവും മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഞാൻ എന്തായിരുന്നോ അതായിരുന്നു വീണ്ടും വിവാഹത്തിന് ശേഷം എന്നെ നടത്തിയത്. എന്താന്ന് ചോദിച്ചാല്, ഞാൻ വളരെ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒന്നും അറിയില്ലായിരുന്നു. ആ സമയത്ത് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ ഭവനത്തിലെ എൻ്റെ ആന്റി അങ്കിളും ഇവരാണ് ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കൈത്താങ്ങൽ നൽകിയത്. അപ്പോൾ ഓരോ വെക്കേഷനും ഇവരെന്നെ കൂട്ടിയിട്ട് വരും. ഇവർ 21 ദിവസവും 7 ദിവസമൊക്കെ ഇവർ ഫാസ്റ്റിംഗ് ആയിരിക്കും. ഇവരുടെ കൂടെ എന്നെ ഉപവസിപ്പിക്കും. എന്നിട്ട് എന്നോട് പറയും, നിനക്ക് ക്ഷീണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഭക്ഷണം കഴിച്ചോളാൻ പറയും. പക്ഷെ അങ്ങനെ എനിക്ക് ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ അങ്ങനെ ക്ഷീണമൊന്നും തോന്നുന്നില്ല. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ 21 ദിവസവും 7 ദിവസമൊക്കെ ഉപവസിക്കാനൊക്കെ കർത്താവ് എനിക്ക് കൃപ തന്നു. അപ്പൊ അതൊക്കെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെയുണ്ട്. ഇപ്പം വിവാഹം കഴിച്ച് ഇങ്ങോട്ട് പോരുമ്പോൾ നമ്മുടെ പാരൻസിനെ സഹോദരങ്ങളെയൊക്കെ വിട്ട് വേറൊരു വീട്ടിൽ വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ധൈര്യം എന്ന് പറയുന്നത്, എന്ത് വിഷയം വന്നാലും ഉപവസിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം, നമുക്ക് എന്തെങ്കിലും വന്നാലും വിളിച്ചു പറയാം, അല്ലെങ്കിൽ ഇവരടുത്തുണ്ടല്ലോ നമുക്ക് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു വളരെ ഒരു ആത്മധൈര്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ വിവാഹം കഴിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. എന്നെ ഹസ്ബൻഡിന്റെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു പോയപ്പം എൻ്റെ ബ്രദേഴ്സ്, അമ്മ എല്ലാവരും കരയുക, എനിക്ക് മാത്രം കരച്ചിലൊന്നും വരുന്നില്ല. ഞാൻ ചോദിച്ചു, ഞാൻ എന്തിനാ കരയുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഇത്ര ദൂരം ഒരു 4 മണിക്കൂർ യാത്ര ചെയ്താൽ എൻ്റെ വീട്ടിലെത്തും. അപ്പൊ അതുകൊണ്ട് പക്ഷെ ആ സമയത്ത് എനിക്ക് കരയാനൊന്നും തോന്നാത്തതിന്റെ കാര്യം, ആന്റി ഞാൻ പറഞ്ഞതുപോലെ എന്ത് വിഷയം വന്നാലും എനിക്ക് ഉപവസിക്കാം, പ്രാർത്ഥിക്കാം, അങ്ങനെയുള്ളൊരു ദൈവത്തിലുള്ള പ്രത്യാശ മാത്രം. അങ്ങനെ മുമ്പോട്ട് പോയി. അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടെ ഇന്ന് വരെയും എൻ്റെ വിവാഹത്തിന് ശേഷം വളരെ സന്തോഷത്തോടെ തന്നെ ഇപ്പോഴും മുൻപോട്ട് പോകുന്നു. പറയണമല്ലോ, അനുഗ്രഹിക്കപ്പെട്ടൊരു നല്ലൊരു മനുഷ്യനെ കർത്താവ് എനിക്ക് ഭർത്താവായിട്ട് നൽകി. എൻ്റെ സാധാരണ എല്ലാവരും പറയുന്നത് പോലെ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് യാതൊരു മാറ്റവും വരുത്തേണ്ടതായിട്ട് എനിക്ക് വന്നിട്ടില്ല. എൻ്റെ ഭവനത്തിൽ വെച്ചിട്ട് ഞാൻ ആരായിരുന്നോ എന്തായിരുന്നോ എൻ്റെ വിവാഹശേഷവും അത് തന്നെയാണ്. അങ്ങനെ ഞാൻ ആയിരിക്കുന്ന രീതിയിൽ എന്നെ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും എന്നെ കൊണ്ടു നടക്കാനൊക്കെ ആ മനുഷ്യന് കർത്താവ് കൃപ നൽകി. വളരെ നല്ലൊരു മനുഷ്യൻ്റെ കൂടെ ആൻറ്റി ഞാൻ ആയിരിക്കുന്നത്. ശരിക്കും ഞാൻ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്, നല്ല വെയിൽ കൊണ്ടുവന്നിട്ട് നമ്മളൊരു മരത്തിന്റെ ഒത്തിരി ഇലയുള്ളൊരു മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, അതാണ് എനിക്ക് ശരിക്കും ആ മനുഷ്യൻ. ഞാൻ ആ മനുഷ്യനിൽ വളരെ കംഫർട്ടബിൾ ആണ്. അപ്പം അങ്ങനെ വളരെ സന്തോഷത്തോടെ അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ തന്നെയും ഇടയ്ക്ക് കുറച്ച് കാലങ്ങൾ, കുറച്ചൊരു 3.5 വർഷമൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ വ്യക്തിപരമായ ചില വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ പ്രഷറും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ എനിക്കൊരു ചെറിയ നിരാശയൊക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, നീ അതൊന്നും കാര്യമാക്കണ്ട, മക്കളില്ലാത്തവരും ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്, മക്കളുള്ളവർ മാത്രമല്ല സ്വർഗത്തിൽ പോകുന്നത്, മക്കളില്ലാത്തവരും സ്വർഗത്തിൽ പോകും. പിന്നെ നീ വിശ്വാസം, പ്രാർത്ഥന, ദൈവവചനം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്, പിന്നെ നിനക്കെന്താണ് ധൈര്യമുള്ളതെന്ന് എന്നോട് ചോദിച്ചു. അപ്പം അങ്ങനെയായപ്പം എനിക്ക് പിന്നെ അതൊരു വിഷയമില്ലാതെയായി. അങ്ങനെ വളരെ എന്നിരുന്നാൽ തന്നെയും ആ സമയത്തേക്കൊക്കെ ഞാനൊരു സാധാരണ വിശ്വാസി എന്ന നിലയിലേക്ക് എൻ്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും ഒക്കെ മാറി തുടങ്ങി. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സഭയിലെ ചില ആന്റിമാരെന്നോട്, ഒരു നല്ല ശുശ്രൂഷയുള്ള ആന്റിമാരൊക്കെ ഉണ്ട്, അവരെന്നോട് പറഞ്ഞു, നീ മുൻപ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് നീ കുറച്ചുകൂടെ ആത്മീകമായിട്ട് മുൻപോട്ട് വരണം. അങ്ങനെ എന്നോട് ദൂത് പറയുക, എന്നെ ഒത്തിരി ആത്മീയമായിട്ട് ഉത്തേജിപ്പിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ മുൻപേ പറഞ്ഞു, നമ്മളൊരു നല്ല കുടുംബത്തിൽ എത്തേണ്ട പോലെ തന്നെ നമ്മളൊരു നല്ല ദൈവസഭയിലും എത്തണമെന്ന് എൻ്റെ അനുഭവം അത്. അപ്പോൾ എന്നെ അങ്ങനെ നമ്മുടെ ദൈവസഭയിലുള്ള ആന്റിമാരൊക്കെ പറയുകയും അങ്ങനെ ഞങ്ങൾ സഹോദരിമാരെല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ദൈവവചനം ഷെയർ ചെയ്യാനും അങ്ങനെയൊക്കെ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആത്മീയമായി കുറച്ചുകൂടെ മുൻപോട്ട് പോകുവാനും ദൈവത്തിൽ ആശ്രയിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ എനിക്ക് വളരെ ധൈര്യത്തോടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 2022 മാർച്ചിൽ എനിക്ക് എന്തോ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ബ്രസ്റ്റിൽ എനിക്കൊരു ചെറിയ പെയിൻ അനുഭവപ്പെട്ടു, ഇടതുവശത്തെ ബ്രസ്റ്റിൽ.
അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പം ചേട്ടായി എന്നോട് പറഞ്ഞു, നീ എന്തെങ്കിലും ജോലി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നിനക്കൊരു പെയിൻ വന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, എനിക്കൊരു ചെറിയ തടിപ്പായിട്ടാണ് അത് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമർത്തി നോക്കും, അതുകൊണ്ട് നിനക്ക് അങ്ങനെ തോന്നുന്നതാണ്. എന്നാലും നമ്മുടെ വീടിനടുത്തുള്ള ഒരു ലേഡി ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു, ഒരു ക്ലിനിക്കിൽ. അപ്പം മാഡം ഇത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, അത് ചതവോ ഒന്നുമല്ല, അതൊരു ചെറിയ ഒരു മുഴ പോലെ തോന്നുന്നുണ്ട്, ചിലപ്പോൾ അത് ക്യാൻസർ ആയിരിക്കും. എന്നോട് ഇങ്ങനെ നേരിട്ട് പറഞ്ഞു, ചിലപ്പോൾ അത് ക്യാൻസർ ആയിരിക്കും, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് അതൊന്ന് സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ആകെ വിഷമം തോന്നിയ ഒരേ ഒരു സാഹചര്യം അത് മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ ബസ്സിലിരുന്ന് ചിന്തിച്ചു, ദൈവമേ, ഇതിന്റെ ബാക്കി, അങ്ങനെ അസുഖമാണെങ്കിൽ എനിക്കറിയാം കർത്താവിനെ സൗഖ്യമാക്കുമെന്ന് അറിയാം, എങ്കിലും ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും? എൻ്റെ മാതാപിതാക്കൾ അറിയുമ്പോൾ, അല്ല എൻ്റെ സഹോദരന്മാർ രണ്ടുപേരും അറിയുമ്പോൾ അവർക്ക് ഇതെങ്ങനെ ഉൾക്കൊള്ളാനാവും? ചേട്ടായിയോട് ഞാനിത് എങ്ങനെയാണ് പറയേണ്ടത്? അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വീട്ടിൽ വന്നു ഞാനിത് ചേട്ടായിനോട് പറഞ്ഞപ്പം ചേട്ടായിനോട് പറഞ്ഞു, ആയിക്കോട്ടെ, നമുക്ക് ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, സർക്കാർ മെഡിക്കൽ കോളേജ്, നമുക്ക് അവിടെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ അവിടെ പോയി അവിടുത്തെ സർജനെ കണ്ടു. ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പോയിട്ട് ഇത് കുത്തിയെടുത്ത് പരിശോധിക്കാനും പറഞ്ഞു, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു സ്കാൻ ചെയ്യാനും പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഡോക്ടർ അതിൽ എഴുതിയിരിക്കുന്ന ടേംസ് ക്യാൻസറിൻ്റെ തന്നെ വേറൊരു ഇതിലാണ് ഡോക്ടർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നാൾ നമ്മൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ടേംസ് എല്ലാം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. എന്നിട്ട് ഞാനത് കൊണ്ട് കൊടുത്തു, സ്കാൻ ചെയ്തു, ഇതിൻ്റെ റിപ്പോർട്ട് വന്നു. അപ്പോഴൊക്കെ ഇതൊരു സാധാരണ ഫൈബ്രോയിഡ് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് ഇങ്ങനെയുള്ള ചെറിയ മുഴകളൊക്കെ ശരീരത്തിൽ ഇരിക്കുന്നത് നല്ലതല്ല, നമുക്കത് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു, എൻ്റെ ശരീരത്തിന്റെ മറ്റൊരു ഭാഗത്തായിരുന്നെങ്കിലും ഒരിക്കലും ഞാനത് ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ ഇതാവുമ്പോൾ ഞാൻ വിചാരിച്ചു ഡ്രസ്സ് ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പറഞ്ഞു, എന്തായാലും ശരി, നമുക്കത് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി സർജറി ചെയ്തു. ഇതിന്റെ ബയോപ്സിക്ക് അയക്കാനുള്ള ഈ സ്പെസിമെൻ ഡോക്ടർ എൻ്റെ കയ്യിൽ തന്നെ തന്നു വിട്ടു. ഞാനത് കൊണ്ട് കൊടുത്തു. എന്നിട്ട് അത് കൊടുത്തു. അതിനുശേഷം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, കാരണം മറ്റ് റിപ്പോർട്ടിലും എല്ലാം ഇങ്ങനെയാണല്ലോ വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ക്യാൻസർ ആവാനുള്ള സാധ്യതയൊന്നും ഇല്ല, എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള മൈൻഡിലൂടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് കൊടുത്ത ലാബിൽ തന്നെ വിളിച്ചു, നിങ്ങളുടെ ബയോപ്സിയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വന്ന് അത് മേടിച്ച് ഡോക്ടറെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചേട്ടായും കൂടെ പോയി. ഹോസ്പിറ്റലിൻ്റെ കുറച്ച് താഴെയാണ് ലാബ്. അപ്പം ഓട്ടോയ്ക്ക് വന്നപ്പോൾ ചേട്ടായി എന്നോട് പറഞ്ഞു, നീ ഓട്ടോയ്ക്ക് പൊക്കൂ, നടക്കണ്ടല്ലോ. അപ്പം ഞാൻ താഴെ പോയിട്ട് ഇത് വാങ്ങി ഹോസ്പിറ്റലിലേക്ക് കയറി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ചേട്ടായി വരുന്നുണ്ട്. ഒന്ന് നോക്കുമ്പോൾ മുഖമൊക്കെ വളരെ മാറി, എന്തോ ഒരു വല്ലാത്തൊരു വിഷമത്തോടെയാണ് വരുന്നത്. എൻ്റെ മുഖത്തേക്കൊന്നും നോക്കുന്നൊന്നുമില്ല. അപ്പം ഞാൻ റിപ്പോർട്ട് മേടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, അത് ഡോക്ടറെ കാണിച്ചോളാം, നീ ഇപ്പം നോക്കുകയൊന്നും വേണ്ട, കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ഞാൻ ചേട്ടായിനോട് പറഞ്ഞു, പിന്നെ ഇപ്പൊ എൻ്റെ റിപ്പോർട്ട് ഞാൻ കണ്ടാൽ തന്നെ എന്ത് വന്നാലും ഞാൻ തന്നെയല്ലേ സഹിക്കേണ്ടതെന്നും പറഞ്ഞ് ഞാൻ വേഗം റിപ്പോർട്ട് വാങ്ങി തുറന്നു നോക്കി. അപ്പോൾ കണ്ടു ക്യാൻസറാന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങോട്ട് ഞങ്ങൾ ഒരു സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുമ്പോൾ ഞാൻ ചേട്ടായിൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഞാൻ ചോദിക്കാനൊരു കാരണം ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് കൂലിപ്പണിക്കാരനാണ്, ഞാൻ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ മറ്റ് വരുമാനങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും നമുക്കില്ല. ഒരാൾ അന്ന് പണിയെടുത്തുകൊണ്ട് വരുന്നു, നമ്മൾ അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ മുമ്പോട്ട് ജീവിച്ചു പോകുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിന്റെ പിന്നിലേക്ക് പോകുമ്പോൾ മനുഷ്യന് പണിയെടുക്കാൻ പറ്റാണ്ട് വരും, വലിയ സാമ്പത്തിക ബാധ്യത വരും. അപ്പൊ അതുകൊണ്ട് നമ്മളിത് എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ചേട്ടായി പറഞ്ഞു, അതൊക്കെ പിന്നെയല്ലേ, നീ ഇപ്പൊ കയറി വരാൻ പറഞ്ഞു. അങ്ങനെ ചെന്ന് റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ എന്നോട് പറഞ്ഞു, വളരെ വിഷമത്തോടെ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു, അപ്പൊ നിങ്ങളും ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല ആൻറ്റി. അതിനുശേഷം ഡോക്ടർ വന്നിട്ട് ഹോസ്പിറ്റലിലെ ക്യാൻസർ രജിസ്റ്റർ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ആ രജിസ്റ്ററിൽ എൻ്റെ പേര് എഴുതുന്ന കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു ചെറിയൊരു ഒരു മുള്ളുകൊണ്ട് കുത്തുന്ന പോലത്തെ ഒരു വിഷമം എനിക്ക് തോന്നി. എന്തോ ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട്. ഞാനും ഒരു പേഷ്യൻ്റായി, ഇനി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എന്തോരം ഉണ്ട്, ലൈഫ് എങ്ങും എത്തിയിട്ടില്ല, അങ്ങനെയുള്ളൊരു ചെറിയ ചിന്ത എനിക്ക് വന്നു. അപ്പം ഞാൻ ഡോക്ടർ എന്നിട്ട് അതേക്കുറിച്ച് എന്നോട് കുറേ സംസാരിച്ചു. ഇനി ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് നിങ്ങൾക്കുണ്ടാകും എന്നൊക്കെ ഡോക്ടർ എന്നോട് പറഞ്ഞു. കാരണം നമ്മളൊരു രോഗിയായിരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു അവബോധം നമുക്ക് വരുത്തണമല്ലോ. അപ്പോൾ ഡോക്ടർ എന്നോട് അതേക്കുറിച്ചൊക്കെ സംസാരിച്ചു.
അതിനുശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് കോഴിക്കോടേക്ക് നിങ്ങളെ റെഫർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ ഞാൻ തിരിച്ചു വന്നിട്ട് ഡോക്ടറോട് ചോദിച്ചു, പിന്നെ ഇത് അങ്ങനെ എനിക്ക് വളരെ വലിയൊരു അസുഖമാണെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്തപ്പോഴും ഇത് കുത്തിയെടുത്ത് പരിശോധിച്ചപ്പോഴൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകാതെ പോയെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, പിന്നെ ഇത് നമ്മളിപ്പോൾ എടുത്ത ഭാഗത്താണോ അസുഖം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഏതൊക്കെ ഭാഗത്തുണ്ടെന്നോ എങ്ങോട്ടേക്കൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്യുക, ഞങ്ങൾക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ഇല്ല. അതുകൊണ്ട് ഞാൻ റിക്കവർ ചെയ്യുമെന്നുണ്ടെങ്കിൽ മാത്രം എന്നെ റെഫർ ചെയ്താൽ മതി. കാരണം എന്നെ സഹായിക്കാൻ ഒത്തിരി ആളുകളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അവരൊക്കെ അവരുടെ മക്കൾക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഭക്ഷണത്തിനുള്ള പൈസയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റിന് തരുന്നത്. അപ്പം ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ എനിക്കത് ഭയങ്കര എല്ലാ മനുഷ്യരോടും ഞാൻ കടപ്പെട്ടിട്ടുണ്ടാവും, കടമായിട്ട് മാറും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഡോക്ടർ എന്നെ റെഫർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊക്കെ നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്, നമുക്ക് മുകളിൽ ഒരാളില്ലേ, അവരല്ലേ ഇതൊക്കെ തീരുമാനിക്കുന്നത്. എത്രയോ മനുഷ്യർ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം ആ തിരിച്ചു വരുന്നതിൽ ഒരാളായിട്ട് നിങ്ങളും മാറുകയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പെട്ടെന്ന് എനിക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ദൈവമേ, ഞാൻ എൻ്റെ ദൈവത്തെ അവിശ്വസിച്ചിട്ടാണോ അങ്ങനെ സംസാരിച്ചതെന്ന്. അപ്പൊ ശരിക്കും ഒരിക്കലും ഞാൻ ദൈവത്തെ അവിശ്വസിച്ച് സംസാരിച്ചതല്ല. കാരണം എനിക്കറിയാം നമ്മളെ സ്നേഹിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു വേദന, നമ്മൾ തിരിച്ചു വന്നില്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു വേദന നമുക്കറിയാമല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ സംസാരിച്ചു. അപ്പൊ ഞാനും ചേട്ടയും കൂടി തിരിച്ച് വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ ബന്ധുക്കളെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു. അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു, വേറെ എങ്ങോട്ടും പോകണ്ട, അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് മലബാർ ക്യാൻസർ സെന്റർ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. ക്യാൻസറിന് മാത്രമുള്ളൊരു ഹോസ്പിറ്റൽ, നമുക്ക് അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏപ്രിൽ 14 എനിക്ക് ക്യാൻസർ ആണെന്ന് അറിയുന്നു. അതിനുശേഷം ഞാൻ ഏപ്രിൽ 18 ആകുമ്പോഴത്തേക്കും പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ചെയ്തു. പക്ഷേ ഏപ്രിൽ 14 ക്യാൻസർ ആണെന്ന് അറിയുന്ന സാഹചര്യത്തിൽ അതെന്നെ ഒത്തിരി എന്നെ ടച്ച് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ 14-ാം തീയതി എനിക്ക് ക്യാൻസർ ആണെന്ന് അറിയുന്ന അന്ന് നമ്മൾ ഇപ്പോൾ ബന്ധകോസ് ആണെങ്കിലും ശരിക്കും അന്ന് പെസഹയായിരുന്നു. എനിക്ക് ക്യാൻസർ ആണെന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടുന്ന ദിവസം പെസഹയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, പെസഹ എന്ന വാക്കിന് കടന്നു പോകൽ എന്നാണല്ലോ കർത്താവെ അർത്ഥം. ഒരു അടിമത്തത്തിൽ നിന്ന് കർത്താവിന്റെ ജനം വിടുതൽ അനുഭവിക്കുന്ന ഒരു ദിവസമായി. ഞാനും വിശ്വസിച്ചു, അതേ കർത്താവെ, ക്യാൻസറിന്റെ അടിമത്തത്തിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിക്കുന്നൊരു ദിവസമാണല്ലോ ഇതെന്ന് പറഞ്ഞു. പക്ഷെ ഇതിനു മുൻപ് ഞാനത് പറയാൻ വിട്ടുപോയി. എനിക്ക് ക്യാൻസർ ആണെന്ന് ഈ റിപ്പോർട്ടൊക്കെ കൊടുത്തപ്പം എൻ്റെ മനസ്സിൽ 2 പ്രാവശ്യവും ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞുള്ള റിസൾട്ട് വന്നിട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ആ റിപ്പോർട്ടിൽ. അപ്പൊ ഞാൻ കർത്താവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചൊന്നുണ്ട്, കർത്താവെ, എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് ഒരിക്കലും ഹൈഡ് ചെയ്ത് വെക്കരുത്, അതെന്താണെന്ന് വെളിപ്പെട്ട് വരണം. എനിക്ക് ഞാനൊരു രോഗിയാണെങ്കിൽ ഞാനത് സഹിക്കാൻ തയ്യാറാണ്, പക്ഷെ എന്താണെന്ന് എനിക്കത് വെളിപ്പെട്ട് വരണം. നമുക്ക് ഈ രോഗം കണ്ടുപിടിക്കാതെ ലാസ്റ്റ് എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമ്മൾ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്നെ വിടരുത്. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു ആൻറ്റി ഞാൻ. അപ്പൊ ഈ 14-ാം തീയതിയാണ് ഞാനങ്ങനെ അത് പ്രാർത്ഥിക്കുന്നത്. 14-ാം തീയതിക്ക് മുമ്പാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് 14-ാം തീയതി ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ക്യാൻസർ ആണെന്നുള്ള റിപ്പോർട്ട് വന്നു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവെ, പെസഹ എന്ന വാക്കിന് വിടുതലുള്ള ഒരു ദിവസമാണ്. അപ്പോൾ എനിക്കും ലോകം മുഴുവൻ ഈ പെസഹ ആചരിക്കുമ്പോൾ എൻ്റെ കർത്താവെ, നിന്റെ വചനത്തിലും പെസഹ ആചരിച്ച ഒത്തിരി സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ഒന്ന് ഞാൻ ചിന്തിച്ചത്, മോശം ഇസ്രയേലിൽ നിന്ന് പെസഹാട് എന്നാണല്ലോ അവർ പോകുന്നത്, അതൊന്ന്. പിന്നെ പുതിയ നിയമത്തിലും പറയുന്നുണ്ട് പെസഹാട് എന്ന് അവരെ തടവിലാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ, എല്ലാ തടവിൽ നിന്നുള്ള ഒരു വിടുതല്, പെസഹ ആരാചരിക്കുന്നോ അവരൊക്കെ വിടുതലുണ്ട്, കുഞ്ഞാട്ടിന്റെ രക്തത്താലുള്ളൊരു വിടുതലുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവെ, ഇത് കർത്താവിന്റെ വചനത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക. അപ്പൊ അതുകൊണ്ട് എൻ്റെ കർത്താവ് എന്നെ ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെയാണ് മുമ്പോട്ട് കടന്നു പോകേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതിൽ നിന്ന് തന്നെ കടത്തി അപ്പുറം കൊണ്ടുവരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി. അവിടെ ചെന്നു ഡോക്ടർ എന്നെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ ഇനി ജീവിതകാലം മുഴുവൻ ക്യാൻസറിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, നിങ്ങൾക്ക് എത്ര കാലം ആയുസുണ്ടോ അത്രയും കാലം നിങ്ങൾ ക്യാൻസറിനോട് ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിരിച്ചു. അപ്പൊ ഡോക്ടർ എന്നോട് ചോദിച്ചു, എന്താ ചിരിച്ചേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നുമല്ല. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആള് ഭയങ്കര ബോൾഡ് ആണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചിരിച്ചൊരു കാര്യം ഉണ്ട് ആൻറ്റി, ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു വാക്യം വന്നു കേട്ടോ. ഇപ്പം എനിക്ക് ഈ അസുഖം ആന്ന് അറിഞ്ഞപ്പോൾ മുതൽ ദൈവാത്മാവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു വാക്യം വന്നു, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല,
വാഴ്ചകളോടും അധികാരങ്ങളോടും ആ വാക്യം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ഫൈറ്റ് ചെയ്യണം. ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ഈ ഭൂമിയിൽ എപ്പോഴും ഫൈറ്റർ തന്നെയാണ്. അപ്പൊ പിന്നെ ഇതിനെ ആ കൂടെ വിട്ടാൽ മതിയല്ലോ, പിന്നെ സ്പെഷ്യലായിട്ടൊരു ഫൈറ്റിങ്ങിന് വേണ്ടല്ലോ. അങ്ങനെ ഒരു ചിന്തയിലാണ് ഞാൻ ചിരിച്ചത്. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു അതെ നിങ്ങൾ നല്ല ബോൾഡ് ആയിട്ടുള്ളൊരു പേഷ്യന്റ് ആണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഇടയിൽ ഹോസ്പിറ്റലിൽ പോയി. എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ സർജറി, ആദ്യം ഒരെണ്ണം നാട്ടിൽ ഇവിടെ ചെയ്തു, അതിനുശേഷം തലശ്ശേരിയിൽ പോയിട്ട് ക്യാൻസറിനുള്ള സർജറി ചെയ്യാൻ തുടങ്ങി. ആ സർജറിയുടെ സമയത്ത് എനിക്ക് ബി പി ഷുഗറൊക്കെ അതുവരെ ഇല്ലാതിരുന്ന് പെട്ടെന്ന് എനിക്ക് ബി പി ഒക്കെ കൂടി. എന്നാലും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ സർജറി ഒരു 8 മണിക്കൂറായിരുന്നു സർജറി എന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു. വീണ്ടും ആ ബ്രസ്റ്റിൽ തന്നെ മറ്റു ഭാഗങ്ങളിൽ ക്യാൻസറിന്റെ സ്പ്രെഡ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി വളരെ സമയമെടുത്താണ് സർജറി ചെയ്തത്. അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാതെ സർജറി എല്ലാം കഴിഞ്ഞ് ഞാൻ വെളിയിൽ വന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നു, മുറിവ് ഉണങ്ങി. അതിനുശേഷം ഡോക്ടർ കീമോ ചെയ്യാൻ വേണ്ടി എന്നോട് വരാൻ പറഞ്ഞു. 8 കീമോയും 22 റേഡിയേഷനും ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ആദ്യത്തെ കീമോയുടെ തലേദിവസം ഞാനിങ്ങനെ കിടക്കുമ്പോൾ എന്നോട് പെട്ടെന്ന് കർത്താവ് ഒരു വാക്യം എൻ്റെ മനസ്സിലേക്ക് വന്നു. കർത്താവ് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് നീ എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ വിചാരിച്ചു എന്താണ് ഞാൻ ഈ വാക്യം ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഞാൻ വേഗം, എനിക്ക് ആ ഭാഗം അറിയാമായിരുന്നു, ഞാൻ വേഗം ബൈബിൾ എടുത്തിട്ട് ആ ഭാഗം വായിച്ചു. ഞാൻ ബൈബിൾ മടക്കി വെച്ചിട്ട് വീണ്ടും കിടന്നപ്പോൾ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നിന്റെ പടകിൽ ഞാനുണ്ട്, അതുകൊണ്ട് നീ സൈലന്റ് ആയിട്ടിരിക്കണം. സൈലന്റ് അല്ല, എന്നോട് പറഞ്ഞു കാമായിട്ടിരിക്കണമെന്ന് പറഞ്ഞു. അപ്പം കർത്താവ് എന്നോട് പറഞ്ഞു, നിന്റെ പടകിൽ ഞാനുണ്ട്, നീ കാമായിട്ടിരിക്കണം, നിന്റെ പടകിൽ ഞാൻ ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു ശരി കർത്താവേ എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും എന്നോട് ആ ദൈവാത്മാവ് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ആൻറ്റി കർത്താവ് എന്നോട് പറഞ്ഞു, ഒരു മനുഷ്യൻ നമ്മള് കർത്താവിനുള്ളവരാണെന്ന് നമ്മുടെ ജനനത്തിങ്കിൽ ശത്രു തിരിച്ചറിയുമ്പോൾ അന്ന് മുതലേ നമ്മളെ തകർത്ത് കളയാൻ ശത്രു ഒത്തിരി കണികൾ നമുക്കെതിരെ കൊണ്ടുവരും. ഫിസിക്കലി, മെന്റലി, പിന്നെ മറ്റു രോഗങ്ങളായിട്ട് എങ്ങനെയും നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റി കളയാനുള്ള ഈ തന്ത്രങ്ങളുമായിട്ട് വരുമ്പോൾ ഇത് പക്ഷെ ശത്രു ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്നതല്ല, വർഷങ്ങൾ കൊണ്ട് ശത്രു നിന്നെ തകർത്ത് കളയാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കണികളൊക്കെ നിന്റെ മുൻപിൽ വരുമ്പം എൻ്റെ ഒരൊറ്റ വാക്ക് മതി അതിനെ ഇല്ലായ്മ ചെയ്യാൻ എന്നോട് കർത്താവ് പറഞ്ഞു. അത് കാറ്റും കടലും എത്ര ഇളകി വന്നാലും, നിന്റെ പടക് എത്ര മുങ്ങിപ്പോകുമെന്ന് പറഞ്ഞാലും, ഞാൻ ശാന്തമാകുക എന്നൊരു ഒറ്റ വാക്കിന് മുൻപിൽ സകലവും ശാന്തമാകും. അതുകൊണ്ട് നീ കാമായിട്ടിരിക്കുക, ഞാൻ നിന്റെ പടകിൽ ഉറങ്ങുന്നുണ്ട്. പക്ഷെ അത് ശത്രുവിനറിയില്ല, നിനക്കറിയത്തില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയാം കർത്താവേ, നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്കറിയാമെന്ന് പറഞ്ഞു. അതിൻ്റെ അന്ന് മുതൽ ഞാനും ദൈവവും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഞാൻ മാറ്റം വരുത്താൻ തുടങ്ങി. ഞാൻ അന്ന് കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എൻ്റെ പിതാവാണ്. അപ്പോൾ എന്നോട് എല്ലാവരും ഇങ്ങനെ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാൻ തുടങ്ങി, വിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു അസുഖം വരുമോ, നമ്മൾ പ്രാർത്ഥിക്കുന്നവരല്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അസുഖം വരുന്നത്? അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അന്നേരം അത് കേട്ടപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ആൻറ്റി, ഒരു വിശ്വാസി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കഷ്ടവും നമ്മുടെ ഓരോ ജയമാണ്. നമ്മുടെ കർത്താവ് കഷ്ടങ്ങളെ ജയിച്ചെങ്കിൽ ആ ഓരോ കഷ്ടതയും നമുക്ക് ഓരോ ജയമാണ്. നമ്മൾ 1-ൽ നിന്ന് 2ലേക്ക് ജയിക്കുന്ന പോലെ, അല്ലെങ്കിൽ 4-ൽ നിന്ന് 5ലേക്ക് ജയിക്കുന്നത് പോലെ ഓരോ കഷ്ടതയും നമ്മളെ ഓരോ സ്റ്റെപ്പ് വെച്ച് നമ്മുടെ കർത്താവിനോട് ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അന്ന് കർത്താവിനോട് പറഞ്ഞു, എന്തായാലും ഞാൻ ഇന്ന് വരെയും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കർത്താവിനോടുള്ള ധാരണകളൊക്കെ അന്ന് മാറി. ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാനൊരു തൊഴിലാളിയൊന്നുമല്ല, അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് എനിക്ക് സമരം ചെയ്യണം, ഹർത്താൽ നടത്തണം, എനിക്ക് എന്താ തരാനുള്ള, അല്ലെങ്കിൽ എൻ്റെ ബോണസ് തരണം, എൻ്റെ കൂലി തരണം, അങ്ങനെയൊക്കെ പറഞ്ഞ് സമരം ചെയ്യാനൊന്നും ഞാനില്ല. ഞാൻ നിന്റെ മകളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ജീവിച്ചത് എൻ്റെ അപ്പൻ്റെ കൂടെയാണ്. പപ്പയ്ക്ക് ഇപ്പോഴും ഉണ്ട്, എൻ്റെ പപ്പയുടെ കൂടെയാണ്. കാരണം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പൻ എന്നെ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് ഓർക്കുന്നുണ്ട്. ഞാനിങ്ങനെ അപ്പൻ്റെ തോളയിലിരിക്കും, കഴുത്തേൽ ഇങ്ങനെ കൈ കെട്ടി പുറകോട്ട് നോക്കിയിരിക്കും. എൻ്റെ അപ്പം കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ രണ്ടാമതാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് എന്തായിരുന്നു അതുപോലെ തന്നെ എൻ്റെ അപ്പനെ കഴിഞ്ഞും അധികം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട്
ഞാൻ കർത്താവിന്റെ തോളില് ഒരു ചെറിയ പൈതലിനെ പോലെ എനിക്കത് ശരിക്കും ഫീൽ ചെയ്തു ആന്റി ആ സമയത്ത്. അപ്പൊ ഞാൻ അങ്ങനെ കർത്താവുമായിട്ടുള്ള ബന്ധം എനിക്ക് അത്ര ക്ലോസ് ആയി. അത് പറയുമ്പോൾ എനിക്കൊരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു മാധുര്യമുള്ളൊരു അവസ്ഥയിലേക്ക് ഞാൻ വന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ ലൈഫിലെ എല്ലാ കാര്യവും ഞാൻ കാണുന്നതിന് മുമ്പ് കാണുന്ന കർത്താവ്. കാരണം ഞാനിങ്ങനെ തോളില് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ നെഞ്ചിൽ അടുക്കി പിടിക്കുമ്പോൾ നമ്മൾ ബാക്ക് സൈഡാ കാണുന്നത്. നമ്മളൊരു ചെറിയ കുഞ്ഞിനെ നമ്മളിങ്ങനെ തോളയിൽ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ആ കുഞ്ഞ് കാണുന്ന ബാക്ക് സൈഡാ. പക്ഷെ കുഞ്ഞിന്റെ അപ്പം കാണുന്നത് ഫ്രണ്ടിലാ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്ത് വരാനുണ്ടോ അത് കർത്താവ് കണ്ടിട്ടേ നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ എന്റെ ലൈഫിൽ യാതൊരു നിരാശയുടെയും ആവശ്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി. അന്ന് അതിനുശേഷം എന്റെ ലൈഫിൽ വന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന എല്ലാ നിരാശകളും മാറിപ്പോയി, എല്ലാ ഭയവും മാറിപ്പോയി. അപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവെ എന്റെ മാനുഷിക ബുദ്ധി മാറിപ്പോയോ? കാരണം എനിക്ക് ഈ അസുഖം വന്നല്ലോ എന്നോർത്ത് ഒരു ദിവസം പോലും എനിക്ക് കരയാൻ തോന്നിയിട്ടില്ല. ഞാന് കരയാതിരുന്നതിന്റെ ഒരു സാഹചര്യമുണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ കരഞ്ഞാല് അവിടെ എന്റെ ദൈവം ചെറുതാകും. കാരണം എന്നെ ഈ ശോധനയിലൂടെ കടത്തിവിടുന്നത് എന്റെ പിതാവാ. അങ്ങനെ എന്റെ പിതാവിനെ ചെറുതാക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ല. ഞാൻ അതിന് എപ്പോഴും എല്ലാവരോടും പറയുന്നൊരു ഉദാഹരണമുണ്ട്. നമ്മളൊക്കെ സാധാരണ നിലയിൽ ജീവിച്ചു വന്ന ആൾക്കാരാ. നമ്മുടെ വീട്ടിലെ സാധാരണ ഒരു തോരനും ചമ്മന്തിയൊക്കെ കൂടി നമ്മൾ ചോറ് കഴിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടില് അവർ നോൺ വെജ് ഒക്കെ കൂടി കഴിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഒരിക്കലും എന്റെ അപ്പനെ കഴിഞ്ഞ് നല്ലതാണ് അവിടുത്തെ ചേട്ടൻ നമ്മൾ ഒരിക്കലും പറയില്ല. നമ്മുടെ അപ്പൻ എന്ത് തരുന്നു അതിനകത്ത് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു മക്കള്. അന്ന് പറഞ്ഞതുപോലെ എന്റെ കർത്താവ് എനിക്ക് എന്ത് സാഹചര്യത്തിലൂടെ എന്നെ കടത്തിവിടുന്നോ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എന്റെ രോഗത്തിന്റെ അവസ്ഥയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ആന്റി. അപ്പൊ അങ്ങനെ കരയാനൊക്കെ പറ്റാതിരുന്നപ്പോ ഞാൻ വിചാരിച്ചു എന്റെ ബുദ്ധി എങ്ങാണ്ട് എനിക്ക് എന്തോ മാനസികമായിട്ട് എന്തോ പ്രശ്നങ്ങൾ വന്നതാണ്. അല്ലെങ്കിൽ സാധാരണ ഒരു ക്യാൻസർ വരുന്ന ആളുകൾ ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ കരയുന്നു, ആൾക്കാരെ കാണുമ്പോൾ ബന്ധുക്കളെ കാണുമ്പോൾ കരയുന്നു, അങ്ങനെ വളരെ വേദന പറയുന്നു, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് പറയുന്നു. ഇത് ഞങ്ങൾക്ക് ഇത് ചികിത്സിക്കാൻ ഒന്നുമില്ല, എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞ ഒത്തിരി ആളുകളെ എനിക്കറിയാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എന്തുകൊണ്ടാ ദൈവമേ ഇങ്ങനെയൊന്നും പറയാത്ത? ഇനി എനിക്ക് എന്തെങ്കിലും ബുദ്ധിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇനി എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ട് എനിക്ക് വരുന്നുണ്ടോ? അങ്ങനെ. കാരണം ഈ രോഗാവസ്ഥയിൽ ഞാൻ തനിച്ചുള്ളൂ, ഞാനും ചേട്ടായി മാത്രമേ ഉള്ളൂ വീട്ടില്. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുമ്പോഴും അന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഒരു വാക്യം വന്നാണ്ടി, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ വേറെ ഒന്നും നമുക്ക് അറിയില്ല. ഇപ്പൊ നിസ്സാരം നമ്മൾ എന്ത് സാധനമാണേലും നമ്മളൊരു സാധനം ടേസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു സെക്കൻഡ് നമ്മൾ ആ ടേസ്റ്റിൽ മാത്രമായിരിക്കും. നമ്മളിപ്പോ ഒരു കുക്ക് ചെയ്തിട്ടാണെങ്കിലും നമ്മളത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു സെക്കൻഡ് നമ്മൾ അതിനകത്ത് മാത്രമായിരിക്കും. നമ്മൾ പിന്നെ പുറത്തേക്ക് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ആ ടേസ്റ്റിന് ശേഷമാണ് നമ്മൾ വീണ്ടും പിന്നെയും തിരിച്ചു വരുന്നത്. അന്ന് പറഞ്ഞ പോലെ നമ്മൾ കർത്താവിനെ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ അതിന്റെ അപ്പുറത്തേക്കുള്ളതൊന്നും നമ്മളെ ബാധിക്കുകയല്ല. അത് വളരെ അങ്ങനെ ശരിക്കും എന്റെ ലൈഫില് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ ചൈൽഡ്ഹുഡോ അല്ലെങ്കിൽ എന്റെ ടീനേജോ പിന്നെ അല്ലെങ്കിൽ ഞാൻ യൂത്ത് ആയിരുന്നപ്പോഴോ ഒന്നുമല്ല ആന്റി, ഞാൻ കല്യാണം കഴിച്ചപ്പോഴോ ഒന്നുമല്ല. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്ത ചില നാളുകൾ എന്ന് പറയുന്നത് ഞാൻ ഈ ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ട് ട്രീറ്റ്മെന്റിന്റെ ഇടയ്ക്ക്, ഞാനൊരു രോഗിയാണെന്ന് ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് സ്ഥിരീകരിച്ചപ്പോൾ മുതലാണ് ഞാൻ എൻ്റെ ലൈഫ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ ഒരു കാരണം എനിക്ക് മനസ്സിലായത്, എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. ആ സമയത്ത് എനിക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിച്ച ചില ആളുകളൊക്കെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ പിന്നെ നമ്മുടെ കർത്താവ് അങ്ങനെ നമ്മള് ഒന്ന് രണ്ട്, എല്ലാവരും അല്ല കേട്ടോ, ചില ആളുകള് ഇനിയിപ്പോ നമ്മളിങ്ങനെ ഇതോടെ നമ്മുടെ ലൈഫ് തീരുവാണെങ്കിൽ നമുക്കൊരു പ്രത്യാശ ഉണ്ടായിക്കോട്ടെ എന്നുള്ള രീതിയിൽ നിത്യതയെ കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷത്തോടെ എന്നോട് നിത്യതയെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങി. അപ്പം അവര് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, അതെ, അവിടെ കണ്ണുനീരില്ല, കഷ്ടതയില്ല, വിലാപവും ഇല്ല. യെസ്, അവിടെയുള്ള കർത്താവ് തന്നെയാണ് ഇവിടെയുള്ളത്. നിത്യതയ്ക്കൊരു കർത്താവും നമ്മുടെ ഭൂമിയിലെ ലൈഫിന് വേറൊരു കർത്താവും അല്ലല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ നിത്യതയിലുള്ള സന്തോഷത്തിന്റെ ഒരു 20% എനിക്ക് ഈ ഭൂമിയിൽ അനുഭവിക്കാൻ സാധിക്കുന്നില്ല? രണ്ടിടത്തെയും കർത്താവ് ഒന്ന്, രണ്ട് സ്ഥലത്തും നമ്മളെ നടത്തുന്ന കർത്താവ്. ഇവിടെ നമ്മൾ കർത്താവിന്റെ കൈക്കുള്ളിൽ തന്നെയാണ്. ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ആ നിത്യതയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല? പരിശുദ്ധാത്മാവിനെ എന്റെ ഉള്ളിൽ പകർന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ലോകം പിന്നെ എന്നെ അലട്ടുന്നു? ആത്മാവിന്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ.
അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ചിന്തിച്ചു. അപ്പം നിത്യതയുടെ സന്തോഷത്തിൻ്റെ ഒരു 20% എനിക്കിവിടെ അനുഭവിക്കണമെന്നുള്ള എനിക്കൊരു നിർബന്ധം വന്നു. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ ആയുസ് നീട്ടിത്തരുന്നെങ്കിൽ എനിക്ക് ആ സന്തോഷം കൂടെ നീ എനിക്ക് തിരികെ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആൻറ്റി എൻ്റെ ലൈഫ് വളരെ സന്തോഷത്തോടെ മുമ്പോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ രോഗത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ വരുന്നപ്പോൾ ഒരു ദിവസം എന്നോട് കർത്താവ് പറഞ്ഞു, നീ ഞാൻ പറഞ്ഞു, കർത്താവെ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ എന്നോട് കുറേ ആളുകൾ ഇങ്ങനെ ചോദിച്ചപ്പോഴാട്ടോ എന്നോട് ചോദിച്ചു, പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകുകയല്ലേ, പിന്നെ എന്തിനാ ഹോസ്പിറ്റലിൽ പോയേ, അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പം എന്നോട് കർത്താവ് പറഞ്ഞു, നീ ഏത് ഹോസ്പിറ്റലിൽ പോയാലും എത്ര പ്രഗത്ഭനായ ഡോക്ടറെ കണ്ടാലും ഈ ലോകത്തിലുള്ള എത്ര ശ്രേഷ്ഠമായ ആശുപത്രികളിൽ നീ പോയാലും നീ സൗഖ്യമാകണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ഞാൻ നിന്നെ സൗഖ്യമാക്കാതെ നീ ഒരു നാൾ സൗഖ്യമാകുകയില്ല. എത്ര ഡോക്ടർമാർ നമ്മളെ ട്രീറ്റ്മെന്റ് എടുത്താലും എത്ര പ്രഗത്ഭരായ ഡോക്ടർമാർ നമ്മളെ നോക്കിയാലും നമ്മൾ ഈ രോഗത്തിൽ നിന്ന് തിരിച്ചു വരണമെന്നും നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്ന നമ്മുടെ കർത്താവ് മാത്രമാണ്. അങ്ങനെ ഒരു വലിയ ഉറപ്പ് എൻ്റെ കർത്താവ് എനിക്ക് തന്നു. അതോടെ ഞാൻ ആൻറ്റിയോട് പറഞ്ഞ പോലെ എൻ്റെ നിരാശകളും ഭാരങ്ങളും എനിക്കൊന്നുമില്ല എന്നുള്ള ധാരണകളൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് പോയി. വളരെ സന്തോഷത്തോടെ ഞാൻ മുമ്പോട്ട് പോയി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നത് ഞാൻ ഈ ക്യാൻസറിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോയതാണ്. ട്രീറ്റ്മെൻറ്റിൻ്റെതായ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ പറ്റാതെ വരിക, നമ്മുടെ ശരീരത്തിലെ ഹെയർ എല്ലാം പോയി. അത് പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണെന്ന് നമുക്കറിയാം. എങ്കിലും അസഹനീയമായ പെയിനൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. ഹോർമോൺ ഡെഫിഷ്യൻസി ഒക്കെ വരുമ്പം അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്യാൻ ആവശ്യമായ ദൈവകൃപ കർത്താവ് എനിക്ക് തന്നു. ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ ഭയങ്കര ദേഷ്യമൊക്കെ വന്നിട്ട് ഭയങ്കര വയലൻ്റ് ആവുമായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ദേഷ്യമൊക്കെ വരുന്നൊരു സാഹചര്യത്തിൽ ദേഷ്യപ്പെടാനൊന്നും എനിക്ക് തോന്നില്ലായിരുന്നു. ഞാൻ ആൻറ്റിയോട് പറഞ്ഞ പോലെ ആ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ടേസ്റ്റ് നമ്മളിൽ നിന്ന് പോകാതിരിക്കാനുള്ള മാക്സിമം പരിശ്രമിക്കുന്നുണ്ടായിരുന്നു ഞാൻ. അതെനിക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു ആൻറ്റി. അപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ലൊരു കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ ഈ ഒന്നുകൂടെ പറയുകയാണ്, എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ലൊരു കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ ഈ രോഗാവസ്ഥയിലൂടെ കടന്നു പോയതാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ആർക്കൊക്കെ ഏതൊക്കെ സമയത്ത് നമുക്ക് അസുഖം വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആ സമയത്ത് കർത്താവിൽ എത്രത്തോളം ആശ്രയിക്കുന്നോ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു മറുപടി എന്ന് പറയുന്ന, ആ സമയത്ത് നമ്മൾ പറയുന്ന കർത്താവും കേൾക്കും, കർത്താവ് പറയുന്ന നമുക്കും കേൾക്കാം. അത്രയും ക്ലോസ് ആയിരിക്കും. കാരണം നമ്മൾ ഇവിടെയാണല്ലോ. ആ കർത്താവ് നമ്മുടെ നെഞ്ചിടിപ്പ് വരെ നമ്മുടെ കർത്താവിനറിയാം. അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു അനുഭവത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ രോഗാവസ്ഥയിൽ എന്നെ കൊണ്ടുപോയി. ഇതിനകത്ത് എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവിന് നമ്മളോട് കരുണ തോന്നിയാൽ ഒത്തിരി ആളുകൾക്കും നമ്മളോട് കരുണയുള്ളവരാക്കി കർത്താവ് തീർക്കും. അങ്ങനെയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോയത്. ഒത്തിരി ആളുകൾ ഞങ്ങളെ പ്രതിഫലേച്ച കൂടാതെ അല്ലെ തിരികെ നൽകണമെന്ന് ഞങ്ങളോട് പറയാതെ ഒത്തിരി ആളുകൾ ഞങ്ങളെ സഹായിച്ചു. എന്താ പറയുന്നത്, ഒരു ദൈവസഭ വളരെ സന്തോഷത്തോടെ കൂടെ നിന്നു. ഞാൻ അതിന് ശേഷം എൻ്റെ സഭയിലുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു, ഒരു സാധാരണ എനിക്ക് ആകെ 2 സഹോദരന്മാരും ഉള്ളൂ, പക്ഷെ അവർ രണ്ടുപേരുടെ കൂടെ നിങ്ങളെയും ഞാനങ്ങ് ചേർക്കുക എന്ന് പറഞ്ഞു. അമ്മച്ചിമാരോട് പറഞ്ഞു, അപ്പച്ചന്മാരോട് പറഞ്ഞു, എൻ്റെ മാതാപിതാക്കളുടെ ലിസ്റ്റിൽ ഇത്രയും നാളും എനിക്ക് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം നിങ്ങളെ അങ്ങ് ചേർക്കുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് അനിയത്തിയോ ചേച്ചിയോ ഒന്നുമില്ല. അങ്ങനെ ആൻറ്റി, ഞാൻ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ആത്മാർത്ഥതയോടെ പറയുന്നതാണ്. അങ്ങനെ കുറേ നല്ല ആളുകളെ കർത്താവ് എനിക്ക് തന്നു. അവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം എന്നെ ആ സമയത്തൊക്കെ എന്നെ സന്തോഷിപ്പിച്ചൊരു കാര്യമുണ്ട്, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ആ ഒരു വാക്യം എന്നെ എപ്പോഴും ടച്ച് ചെയ്യുമായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു സമയത്ത് ഞാൻ ഏറ്റവും സീരിയസ് ആയി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു കാര്യമാണ്, കർത്താവെ, എനിക്ക് വേണ്ടി ഒരു ദൈവസഭ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെന്ത് പ്രാർത്ഥിക്കുന്നോ അതുപോലെ കർത്താവ് എന്നെ പുറത്തു കൊണ്ടുവരണം. എൻ്റെ ഇഷ്ടത്തിന് എന്നെ കൊണ്ടുവരണ്ട. ദൈവസഭ എനിക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കുന്നു അതുപോലെ കർത്താവ് എന്നെ പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അവര് അന്ന് അതിനുശേഷം ഒരു പ്രാവശ്യം എന്നെ കണ്ടപ്പോൾ എന്നോട് ആൻറ്റി പറഞ്ഞു, നീ അസുഖം മാറി കൂടുതൽ ആത്മീയമായി നല്ല രീതിയിൽ പുറത്തു വരണമെന്നായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞു. ഞാനന്നും കർത്താവിനോട് അങ്ങനെ തന്നെ പറഞ്ഞു. അതുകൊണ്ട് വളരെ ദൈവിക സാന്നിധ്യവും ദൈവകൃപയൊക്കെ എൻ്റെ അസുഖത്തിന്റെ സമയത്ത് എനിക്ക് അനുഭവിക്കുവാൻ എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചു. എന്താ പറയുന്നത് ആൻറ്റി, എനിക്ക് പറയാൻ വാക്കുകളില്ല അതിനൊന്നും. അതെൻ്റെ എക്സ്പീരിയൻസാണ്. എനിക്കത് പറയാൻ വാക്കുകളില്ല. രോഗാവസ്ഥയിൽ ഇത്രയും സന്തോഷിച്ചൊരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് കള്ളമല്ല. എന്നെ സംബന്ധിച്ചത് സത്യമാണ്.
ഇപ്പോഴും ഞാൻ ആ നിത്യതയുടെ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ പറയുന്നത്, ഒരു കർട്ടന്റെ വ്യത്യാസം പോലെയാണ് നമ്മുടെ ഭൂമിയിലെ ലൈഫും നമ്മുടെ നിത്യതയും. എപ്പോഴാണ് ആ കർട്ടൻ മാറി നമ്മൾ അങ്ങോട്ട് പോകുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഭൂമിയിലായിരിക്കുമ്പോൾ ആ കർത്താവിലുള്ള സന്തോഷം തീർച്ചയായിട്ടും അനുഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ രോഗം എന്നെ കൊണ്ടെത്തിച്ചത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇത്രത്തോളം സിമ്പിളും വളരെ ലളിതവും വളരെ മനോഹരവുമാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. നമ്മൾ പണ്ടൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന കർത്താവിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരിക്കലും അല്ല. കാരണം കർത്താവ് നമ്മളെ വഹിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവിൽ തുടങ്ങി കർത്താവിൽ തീരുമ്പോൾ പിന്നെ നമുക്ക് അതിനകത്ത് ചിന്തിക്കാനൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മൾ ലോകപ്രകാരമുള്ള മനുഷ്യരാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെയും ആ ടേസ്റ്റ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, യഹോവ നല്ലവനല്ലോ യഹോവ രുചിച്ചറിയുക എന്നുള്ള ആ ടേസ്റ്റ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് നമുക്ക് വളരെ ഈസി ആയിട്ട് സന്തോഷത്തോടെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം നമ്മുടെ ചുറ്റിലുള്ള ആളുകളോ നമ്മുടെ ഹസ്ബൻഡോ നമ്മുടെ ബന്ധുക്കളോ ആരുമല്ല കർത്താവ് നമ്മളുമായിട്ടുള്ള ബന്ധം തീരുമാനിക്കുന്നത്, നമ്മൾ വ്യക്തിപരമായിട്ടാണ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായപ്പോൾ എന്നെ കണ്ടൊരു ദൈവം ഉണ്ടെങ്കിൽ ഞാൻ മടങ്ങി ആ നിത്യതയിൽ ചേരുവോളം എൻ്റെ കർത്താവ് എന്നെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെ ഒരു ഉറപ്പും ധൈര്യവും ഒക്കെ ഈ അസുഖം എനിക്ക് തന്നു. എൻ്റെ എല്ലാ ഭയവും പോയി. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചത് രോഗത്തോടുള്ള ഭയം കൊണ്ടല്ല, രോഗം വന്ന് മരിച്ചു പോകുമെന്നുള്ള ഭയം കൊണ്ടല്ല. പക്ഷെ എന്താ പറയുന്നത്, ആ ഒരു എനിക്ക് മരിച്ചു പോകുമെന്നല്ല, നമ്മൾ ഭയന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ രോഗത്തോടെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ചിലപ്പോൾ മാറ്റപ്പെടാം, അങ്ങനെ ഒരു ഭയപ്പാടൊന്നും എനിക്കുണ്ടായില്ല. എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷവും ആനന്ദവും സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നു. അങ്ങനെ എൻ്റെ ലൈഫ് ഇന്ന് വരെയും വളരെ സന്തോഷത്തോടെ മുമ്പോട്ട് പോവുകയാണ്. വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് തന്നെ, ഈ ടെസ്റ്റ് ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും പറയാൻ തോന്നും. അങ്ങനെ ഒത്തിരി ദൈവവചനം എൻ്റെ ഹൃദയത്തിൽ എന്നോട് സംസാരിക്കുകയും കർത്താവിൻ്റെ വചനം എന്നോട് ഇടപെടുകയും എന്നെ ടോട്ടലി ഒന്ന് രൂപാന്തരപ്പെടുത്തി. എൻ്റെ ശരീരം മാത്രമല്ല ക്യാൻസറിന് ശേഷം മാറിപ്പോയത്, എൻ്റെ മാനസിക നിലയും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും എല്ലാം കർത്താവ് എനിക്കൊരു പുതിയ രൂപാന്തരം തന്നു. എന്നെ വളരെ സന്തോഷത്തോടെ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഞാൻ ഇരിക്കുന്നു. രോഗാവസ്ഥയിലും എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. എന്നാൽ കൂടെ ഇപ്പോഴും എൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കർത്താവ് എനിക്ക് കൃപ തരും. ഓരോ ദിവസവും രാവിലെ ഞാനത് ചോദിച്ചു വാങ്ങും, ഇന്ന് എനിക്ക് ജീവിക്കണം, ഇന്ന് എനിക്ക് അതിനുള്ള കൃപ തരണം കർത്താവേ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും ഞാനത് ചോദിച്ചു വാങ്ങി ഇപ്പം സന്തോഷത്തോടെ മുൻപോട്ട് പോകുന്നു. അപ്രകാരം തന്നെ എൻ്റെ ഹസ്ബൻഡും എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുകയും എനിക്ക് എന്നെ കരുതുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതവും അതോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടൊരു ക്രിസ്തീയ ജീവിതവും സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നു. അതിൽ ഞാൻ ഏറ്റവും കർത്താവിനോട് നന്ദിയുണ്ട്. ഈ സമയത്ത് ഈ സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും എന്നെ സഹായിച്ച എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോടും ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കരുതി വെച്ചതൊക്കെയാണ് എന്നെ ഇപ്പോൾ ആരോഗ്യത്തോടെ പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. വിശേഷാൽ ആൻറ്റിയുടെ ഫാമിലി എല്ലാവരോടും എന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ആൻറ്റീനെ പരിചയപ്പെട്ട അന്നു മുതൽ എൻ്റെ ഒരു സ്വന്തം എൻ്റെ ഒരു സഹോദരിയെ പോലെ എന്നെ സ്നേഹിക്കുകയും കരുതുകയും എന്നെ വിളിക്കുകയും അന്വേഷിക്കുകയും, പലപ്പോഴും ചില സാഹചര്യങ്ങളിലൊക്കെ എനിക്ക് ആൻറ്റീനെ തിരിച്ചു വിളിക്കാനോ അല്ല കോൾ അറ്റൻഡ് ചെയ്യാനൊക്കെ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഒരു മുഷിവും കാണിക്കാതെ വളരെ സ്നേഹത്തോടെ, അത് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു എന്ന് പറയുന്ന പോലെ ആൻറ്റിയുടെ ഉള്ളിലുള്ള കർത്താവിൻ്റെ സ്നേഹം വീണ്ടും വീണ്ടും നിർബന്ധിച്ച് എന്നെ ഈ സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നു. ഞാനതിൽ വളരെ നന്ദിയുണ്ട്. കർത്താവ് ആൻറ്റിയുടെ ശുശ്രൂഷകളെയൊക്കെ ഏറ്റവും അനുഗ്രഹിക്കട്ടെ. എന്നും ഞാൻ കർത്താവിൽ ആൻറ്റിയോട് നന്ദിയുള്ളവളാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. നമ്മുടെ അമ്പലസിന്റെ പ്രത്യാശയുടെ വാക്കുകൾ ഞാൻ ഫോണിൽ കൂടെ ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മളൊരു ക്യാൻസർ പേഷ്യന്റുമായിട്ടുള്ള സംസാരത്തില് അത്രയും പ്രത്യാശയൊന്നും നമുക്ക് കാണാനൊക്കത്തില്ല. ഏത് മനുഷ്യനാലും രോഗത്തിന്റെ അവസ്ഥയിൽ പ്രത്യാശ അവിടെ നഷ്ടപ്പെടുകയാണ്. എന്നാൽ പ്രിയ സിസ്റ്ററിന്റെ ആ ഒരു സംസാരത്തില് എനിക്കും പലപ്പോഴും എന്നെയും പല വാക്കുകളും ഉത്തേജിപ്പിച്ചിട്ടുണ്ട് സിസ്റ്ററിന്റെ കൂടെയുള്ള സംസാരത്തിൽ. കാരണം ഇപ്പൊ തന്നെ പറഞ്ഞില്ലയോ, ക്യാൻസർ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത അവസ്ഥ. ഒരു സാധാരണ ഒരു വ്യക്തിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്കുകളല്ല, യഥാർത്ഥ ദൈവത്തിന്റെ പൈതലിന് മാത്രമേ അങ്ങനെ ഒരു വാക്ക് സംസാരിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ പലപ്പോഴും ആത്മീകം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മെഷർമെന്റ് പലപ്പോഴും വ്യത്യസ്തമായ രീതിയിൽ കാണും. ഒന്നിലെ ഭൗതികത്തിൽ ഒരുപാട് നമ്മൾ ഉയരുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഉയരുക, അങ്ങനെയൊക്കെ ഉള്ള ഇത് വെച്ചാണ് ഈ കാലഘട്ടത്തില് ആളുകള്
ആത്മീയത്തെ അളക്കുന്നത്. എന്നാൽ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ പുറത്തു വരുന്നതായ ഒരു അനുഭവമാണ് ആത്മീയതയെന്ന്. പ്രിയ കർത്താവിന്റെ പ്രിയദാസിയുടെ ആ വാക്കുകളിൽ നിന്ന് എനിക്കും ഇപ്രാവശ്യമൊക്കെ മനസ്സിലാക്കാൻ കർത്താവ് സഹായിച്ചു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു പുഴു കൊക്കൂണ് എങ്ങനെ ആ കൂട്ടിലിരുന്നോ, ക്യാൻസർ എന്ന ആ ഒരു കൂട്ടിൽ സിസ്റ്റിനെ ഇരുത്തിയിട്ട് പുതിയ ചിറക് വെച്ചൊരു പൂമ്പാറ്റ വെളിയിൽ വരുന്നത് പോലെ സിസ്റ്റിനെ കർത്താവ് പുറത്തു കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ആ പുൽപ്പള്ളിയുടെ പ്രദേശത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞായിരുന്നല്ലോ. അവിടെ കാട്ടുമൃഗങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആന്റി, ആനയുണ്ട്, കടുവയുണ്ട്. ഇതുവരെയും നമ്മൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് അങ്ങനെ വന്നിട്ടില്ല. എന്നാലും നമ്മൾ ഏകദേശം കാടിനാൽ ചുറ്റപ്പെട്ട ഇടമാണ്. വയനാട് എല്ലാ സ്ഥലങ്ങളും ഏകദേശം അങ്ങനെ തന്നെയാണ്. ഏകദേശം കാടിനുള്ളിൽ താമസിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. എന്നാലും കാട്ടിൽ നിന്ന് ഏകദേശം ഒരു 1-1.5-2 കിലോമീറ്റർ നമ്മൾ ദൂരത്താണ്. പക്ഷെ ഇന്ന് വരെയും കാട്ടുമൃഗങ്ങളുടെ അങ്ങനെ ആക്രമണങ്ങളോ അങ്ങനെയൊന്നും നമ്മുടെ പ്രദേശത്ത് ഉണ്ടായിട്ടില്ലെങ്കിലും മറ്റു പ്രദേശങ്ങളിൽ ഇങ്ങനെ കടുവ പിടിച്ചും അങ്ങനെ ആന കുത്തിക്കൊന്നും അങ്ങനെയൊക്കെയുള്ള കാട്ടിലൊക്കെ കയറി പോകുന്നവർക്ക് ചില ആളുകളെ, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 1-2 ആളുകളെയൊക്കെ അങ്ങനെ ആന തട്ടി കൊന്നു അങ്ങനെയൊക്കെ നമ്മൾ കേട്ടു. എന്താ ആന്റി? നമ്മളിപ്പം ഇങ്ങനെ നമ്മള് വയനാട്ടിൽ നിന്ന് പുൽപ്പള്ളിയിൽ നിന്ന് നമ്മള് മാനന്തവാടി, പിന്നെ പുൽപ്പള്ളിയിൽ നിന്ന് ബത്തേരി, അതാണ് പുൽപ്പള്ളിയിൽ മെയിൻ ആയിട്ടുള്ള 2 റോഡുകൾ. ബാക്കിയൊക്കെ ഇടയിലുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളിലേക്കുള്ള റോഡുകളാണ്. അപ്പൊ ഈ 2 റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്താല് റോഡ് സൈഡിൽ മൃഗങ്ങളുണ്ടാവും. കാരണം നമ്മള് കാടിനുള്ളിൽ കൂടിയാണ് റോഡ്. പക്ഷെ എന്ത് പറഞ്ഞാല് വളരെ നമുക്ക് ഹൃദയത്തിൽ വളരെ സന്തോഷം തരുന്നൊരു യാത്രയാണ് അത്. കാടിനുള്ളിലൂടെ ശുദ്ധവായു ഒക്കെ ശ്വസിച്ച് മറ്റു വണ്ടികൾ, പൊല്യൂഷൻ ഇല്ലാതെ, ഒത്തിരി വണ്ടികളൊന്നും ഇല്ലാതെ, വണ്ടികൾ തമ്മിലുള്ള മത്സരം ഇല്ലാതെയൊക്കെ പോകുന്ന ശാന്തമായ ഒരു യാത്രയാണ് അവിടെ. എന്നിരുന്നാൽ കൂടെ എന്നാ പറയുന്നത്, വളരെ വയനാട് എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല നിഷ്കളങ്കരായിട്ടുള്ള കുറെ ആളുകളും അങ്ങനെയൊക്കെയുള്ള വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. കർത്താവ് രക്ഷിച്ച് രോഗത്തിൽ നിന്നും എല്ലാം കർത്താവ് രക്ഷിച്ച് ഇവിടെ വരെ കൊണ്ട് കുടുംബമായി നിർത്തിയിരിക്കുന്നല്ലോ. കർത്താവ് പിന്നെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രിയ സിസ്റ്റിനെ കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കുടുംബമായി കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് അല്പസമയം പ്രാർത്ഥിക്കാം. പ്രിയ അമ്പിളി സിസ്റ്റർ പ്രാർത്ഥിച്ചാൽ. കർത്താവെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി കർത്താവെ അങ്ങേ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, വീണ്ടും ദൈവമേ ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ഞങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് ഗ്രഹിക്കേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശേഷ ഇന്ന് പകലില് കർത്താവെ പ്രിയ ആന്റിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ ശുശ്രൂഷകളെ കർത്താവ് മാനിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ അനേകരും കാണാതെ കിടന്നപ്പോൾ കർത്താവെ ഞങ്ങളെ തേടി വന്നു. നീ ഞങ്ങളെ കർത്താവെ, ഹല്ലേലൂയ, നിന്റെ ദാസിയുടെ ശുശ്രൂഷ മൂലം കർത്താവെ അനേകർക്കൊരു ആശ്വാസമാക്കുന്ന ഒരു വിടുതലിന്റെ ശുശ്രൂഷയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൊണ്ടുവന്നതിനാൽ കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ശ്രേഷ്ഠകരമായ നിലയിൽ നിന്റെ മക്കളുടെ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയനെയും ദൈവകരങ്ങളിൽ താഴ്ത്തുന്നു. കർത്താവെ, സ്തോത്രം. ദൈവമേ, ഇന്ന് പകലിൽ കർത്താവ് അടിയന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത നന്മകളെ വിവരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപ ചെയ്തല്ലോ. വീണ്ടും കർത്താവ് ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവിന്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കണം. കർത്താവെ, ഞങ്ങളുടെ കണ്ണുകളിൽ അങ്ങയെ മാത്രം കാണുവാൻ, അങ്ങയുടെ സ്നേഹം മാത്രം ഞങ്ങൾക്ക് വീണ്ടും രുചിച്ചറിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലകളിലും കർത്താവ് ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവ് ഞങ്ങളെ മാനിക്കണം. ദൈവകരങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇനിയും അനേക സഹോദരിമാര് കർത്താവെ ഇപ്രകാരമുള്ള കർത്താവെ ഒരു മിനിസ്ട്രിയിലേക്ക് കടന്നു വരുവാനുണ്ട്. അവരുടെയൊക്കെയും സാക്ഷ്യങ്ങൾ, ഞങ്ങൾ കേട്ട സാക്ഷ്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. ഇത്രയും നേരം ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്ന കർത്താവ് നിങ്ങളെ എല്ലാം ധാരാളം ആന്റി, ഇതോടെ തീർന്നു പോയിട്ടൊന്നുമില്ല. എന്നെ ഇനിയും വിളിക്കണം. ആന്റി വിളിക്കുന്ന എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഭയങ്കര അഭിമാനമാണ് ആന്റി എന്നെ വിളിക്കുന്നത്. തീർച്ചയായിട്ടും വിളിക്കും. ഞാൻ അവിടെ ദൈവം അനുവദിച്ചാല് അവിടെ കടന്നു വരണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്.
ആ ആ തീർച്ചയായിട്ടും. ആ ഏറിയായാലും ആ ചർച്ചിലും ഒക്കെ ഒന്ന് കടന്നു വരണമെന്ന് മനസ്സിന്റെ ഉള്ളില് ഒരാഗ്രഹം ഇങ്ങനെ ഉണ്ട്. ആ കർത്താവ് അതിനുവേണ്ടി വഴികളെ തുറക്കട്ടെ. ഓക്കെ, നേരിൽ കണ്ട് കാണുവാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ ആൻറ്റി. ഓക്കെ, ഞങ്ങളെ ഓർത്ത് ശരി. പ്രാർത്ഥിക്കുക. ഓക്കെ ആ അമ്പിളി, കർത്താവ് ഓക്കെ ആൻറ്റി. അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഓക്കെ.